സെപ്റ്റംബർ 12-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ക്യാബിനറ്റ് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അത് ഫ്രീ ആയിട്ട് അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇൻഷുറൻസ് സ്കീം ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത്. യൂണിയൻ ക്യാബിനറ്റ് ആണ് 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സീനിയർ സിറ്റിസൺസ്, എല്ലാ സീനിയർ സിറ്റിസൺസും 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഹെൽത്ത് കവറേജ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഇൻകം, അവരുടെ വരുമാനം എത്ര ആയിക്കോട്ടെ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഓഫർ ചെയ്യാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ പേരായിട്ടുള്ളത്. ഇത് പ്രകാരം സീനിയർ സിറ്റിസന് 5 ലക്ഷം രൂപ വരെയുള്ള ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ ഫാമിലിക്ക് ഉൾപ്പെടെ ലഭിക്കും എന്നുള്ളതാണ്. ഏകദേശം 4.5 കോടിയോളം ഫാമിലീസിന് ഇതിന് ബെനിഫിറ്റ് ഉണ്ടാവും. 6 കോടിയോളം സീനിയർ സിറ്റിസൺസിന് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കും എന്നാണ് ഗവൺമെന്റ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എലിജിബിൾ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസിന് ഒരു പുതിയ കാർഡ് ABPMJAYയുടെ ഒരു പുതിയ കാർഡ് ഇഷ്യൂ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 70 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻകം ക്രൈറ്റീരിയോ വെൽത്ത് ക്രൈറ്റീരിയോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ ഒരു സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലീസിനും ഈ ഒരു ഹെൽത്ത് കവർ കിട്ടും. അപ്പോൾ 5 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ഹെൽത്ത് കവറേജ് കിട്ടുക. അതായത് നേരത്തെ ഓൾറെഡി CGHS, ECHS, ആയുഷ്മാൻ CAPF തുടങ്ങിയിട്ടുള്ള മറ്റ് സ്കീമുകളിൽ ഉള്ള ആൾക്കാർക്കും ഈ ഒരു സ്കീമിലേക്ക് മാറാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ അവരുടെ എക്സിസ്റ്റിംഗ് സ്കീമിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ ഈ ഒരു സ്കീമിലേക്ക് മാറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആൾക്കാർക്കും ESIയുടെ എംപ്ലോയിയുടെ ഇൻഷുറൻസ് ESI ഇൻഷുറൻസ് ഉള്ള ആൾക്കാർക്കും ഈ ഒരു ബെനിഫിറ്റുകൾ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജ്ലി പബ്ലിക്കലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഏകദേശം 55 കോടിയോളം ഇൻഡിവിജ്വൽസ് ഇന്ത്യയിൽ ഈ ഒരു PMJAY സ്കീമിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇത് കൂടുതൽ സീനിയർ സിറ്റിസൺസിൽ കൂടിയിലേക്ക് എത്തിക്കുന്നത് വഴി ഈ ഒരു സ്കീം കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ സെർവ് ചെയ്യും എന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്താണെന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു പുതിയ അനൗൺസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് വെനസ്വേലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. വെനസ്വേല പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം വെനസ്വേല എവിടെയാണ്, എന്താണ് വാർത്ത എന്നുള്ളത്. അപ്പോൾ ജൂലൈ 28, 2024 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നത് മുതൽ തന്നെ അവിടെ വെനസ്വേലയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ നാഷണൽ ഇലക്ടോറൽ കൗൺസിൽ പ്രകാരം നിക്കോളാസ് മഡൂറോ ആയിട്ടുള്ള പ്രസിഡന്റ്, അദ്ദേഹം 2013 മുതൽ അധികാരത്തിലുള്ളതാണ്. അദ്ദേഹത്തിന് 51% വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓപ്പോസിഷൻ ക്ലെയിം ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിലെ കണക്ക് പ്രകാരമാക്കുമ്പോൾ വിക്ടറി ഗോൺസാലസ് എന്ന് പറയുന്ന എഡ്മുണ്ടോ ഗോൺസാലസിനാണ് വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പോസിഷന്റെ ക്ലെയിമിന് അവിടുത്തെ US-ഉം മറ്റ് വെസ്റ്റേൺ കൺട്രീസും ബാക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അതേസമയത്ത് ഈ ഒരു വിഷയം കോടതിയിൽ ചാലഞ്ച് ചെയ്തപ്പോൾ സുപ്രീം കോടതി ഈ ഒരു ഇലക്ഷനെ അംഗീകരിക്കുകയും മഡൂറോസിന്റെ വിക്ടറിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ തുടർന്നാണ് ഓപ്പോസിഷൻ വലിയ പ്രതിഷേധങ്ങളും മറ്റും തുടങ്ങിയിട്ടുള്ളത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് വലിയ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടുള്ളതെന്നാണ്. അപ്പൊ ഈ ഒരു പ്രതിഷേധങ്ങളെയും മറ്റുമൊക്കെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് അവിടെ മഡൂറോ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് 24ഓളം ആൾക്കാർ കൊല്ലപ്പെടുകയും 2400ഓളം ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പോസ്റ്റ് ഇലക്ഷനിൽ ഇവിടെ നടക്കുന്നതായിട്ടുള്ളത്. അപ്പൊ വെനസ്വേലൻ പോലീസ് അർജന്റീനൻ എംബസി ചുറ്റുകയും അതിന്റെ അകത്ത് ഓപ്പോസിഷൻ ഫിഗേഴ്സും മറ്റൊക്കെ റെഫ്യൂജി എടുത്തിട്ടായിരുന്നു. അവരെ പിടിക്കാൻ വേണ്ടി അതിന് ചുറ്റുമൊക്കെ പോലീസ് കൂടി നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തുക. അപ്പൊ വെനസ്വേല ആണെങ്കിൽ എക്കണോമി വളരെ മോശം സാഹചര്യത്തിലേക്ക് പോകണം. ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണ്, എക്സ്ട്രീം പോവർട്ടി ഉള്ളതാണ്, ഫുഡും മെഡിസിൻസും എല്ലാം ഷോർട്ടേജ് ഉള്ള ഒരു രാജ്യമാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഡിസ്പ്യൂട്ട് പ്രശ്നങ്ങൾ കൂടി നടക്കുന്നത്. US-ന്റെ സാങ്ഷൻസ് ഉണ്ട്, എക്കണോമിക് ക്രൈസിസ് നേരിടുന്ന ഒരു രാജ്യമാണ് വെനസ്വേല എന്നുകൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ വെനസ്വേലയുടെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വെനസ്വേലനെ നോക്കുക, മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ടോപ്പിലാണ് വെനസ്വേലനെ കാണുക. കാരക്കാസ് ആണ് ഇതിന്റെ ക്യാപിറ്റൽ വരിക. അതിന് ചുറ്റും നമുക്ക് ഈ ഒരു കൊളംബിയനെ കാണാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഗുയാനയെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു അതുപോലെ തന്നെ ബ്രസീലുമായിട്ടും ബോർഡർ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വെനസ്വേലയുടെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആക്ച്വലി ചൈനയുടെ ഗ്രോത്ത് എങ്ങനെയാണ് ചൈനക്ക് ഗ്രോത്ത് ഉണ്ടായത്, അവിടെ ഗവൺമെന്റിന്റെ റോൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചൈനയിൽ എങ്ങനെയാണ് അവരൊരു പവർഫുൾ ആയിട്ടുള്ള എക്കണോമി ആയി മാറിയത്, അതിന് സെൻട്രൽ ഗവൺമെന്റ് എത്രമാത്രം റോൾ ഉണ്ട് എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രൈം മിനിസ്റ്ററും പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനങ്ങളോട് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രീം കോമ്പറ്റീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൈനയുടെ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ അവിടുത്തെ സബ് നാഷണൽ എക്കണോമിക് കോമ്പറ്റീഷൻ വളരെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മെഷർ ആയിട്ടാണ് കണക്കാക്കുന്നതാണ് ഓദർ പറയുന്നത്. അതായത് തുടക്കത്തിൽ ഇത് രാജ്യത്തിന്റെ എക്കണോമിക്ക് വേണ്ടിയിട്ട് വളരെയധികം ബെനിഫിറ്റ് ചെയ്തെങ്കിലും പിന്നെ അത് രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ചൈനയിൽ അവിടുത്തെ ഗവൺമെന്റ് സ്പെൻഡിങ്ങിന്റെ 51% ചെലവഴിക്കുന്നത് സബ് പ്രൊവിൻഷ്യൽ ലെവലിലാണ്. പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ആയിട്ട് സ്റ്റേറ്റ്സിന്റെ അകത്താണ് ഭൂരിഭാഗം വരുന്നതായിട്ടുള്ളത്. അതായത് അവിടുത്തെ സിറ്റി ഗവൺമെന്റുകൾ 3% കുറവാണ് ചെലവഴിക്കുന്നതായിട്ടുള്ളത്. സബ് പ്രൊവിൻഷ്യൽ ലെവലിലുള്ള ഗവൺമെന്റ് അല്ല, 51% ഗവൺമെന്റുകളും മറ്റ് സബ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളാണ് ചെലവഴിക്കുന്നതെന്നാണ്. അതായത് ചൈനയിലെ ലോക്കൽ ഗവൺമെന്റ്, ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള ഗവൺമെന്റുകളാണ് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് സ്കീം മുതൽ പെൻഷൻസ് പോലുള്ള കാര്യങ്ങൾ വരെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളുടെ കാര്യം നോക്കുമ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ് ആണ് ചെയ്യുന്നതായിട്ടുള്ളത്, സെന്റർ ആണ് ചെയ്യുന്നത് ഇൻഷുറൻസ് അതുപോലെ തന്നെ പെൻഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ചൈനയിൽ അങ്ങനെയല്ല, ഏറ്റവും ലോക്കൽ ലെവലിലാണ് ഇത്തരം കാര്യങ്ങൾ നൽകുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ചൈനയിൽ ഒരു പാർട്ടി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, ഫെഡറൽ സിസ്റ്റം അല്ല. അവിടെ പ്രൊവിൻസുകളുടെ താല്പര്യം ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല, നമുക്ക് സ്റ്റേറ്റുകളുടെ താല്പര്യങ്ങൾ, അവർക്ക് ഭരണഘടന നൽകിയിട്ടുള്ള അധികാരങ്ങളെ കുറിച്ച് ആ ഫെഡറൽ ക്യാരക്ടർ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ലിമിറ്റേഷൻസ് ചൈനയെ പോലെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് ഇന്ത്യയിലുണ്ട് എന്നാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ചൈനയുടെ മോഡൽ എന്നുള്ളത്. ചൈനയുടെ ലോക്കൽ ഗവൺമെന്റുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ പ്രദേശത്തിന് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് പ്രൈമറി ഫോക്കസ് ചെയ്തത്. അതായത് നമ്മുടെ രാജ്യത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.